നിങ്ങളുടെ ഒരു പ്രതിഷേധം ഏത് തരത്തിലാണ്? എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ കുറേ കാലഘട്ടം മാത്രമായുള്ളൂ CPM ഈ ഭരണത്തിൽ വന്നിട്ട്. ഇവിടെയുള്ള ആളുകളെ കൊള്ളയടിച്ചുകൊണ്ട്, നിരവധിയായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തികം ചോദിച്ചിരുന്ന ഇടപാടുകാരോട് വളരെ ധാർഷ്ട്യപരമായിട്ടാണ് ഈ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഈ CPM നേതാക്കന്മാർ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രിയപ്പെട്ട സാബു 35 ലക്ഷം രൂപയിലധികമാണ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചികിത്സയുടെ ആവശ്യമായി ഓപ്പറേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി പൈസ ആവശ്യപ്പെട്ട് അവിടെ ചെന്നപ്പോൾ CPM അറിവോടുകൂടി ഇവിടെയുള്ള ബാങ്ക് ജീവനക്കാരാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ഗതിയുമില്ലാതെ, പരഗതിയില്ലാതെ ഇവിടെ ആത്മഹത്യ കുറിപ്പെഴുതി വെച്ചുകൊണ്ട് ആർക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ബാങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇതിനെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇതിനെതിരെ, ഈ കുറ്റക്കാർക്കെതിരെ, CPM നേതാക്കന്മാർക്കെതിരെ ബാങ്ക് പ്രസിഡന്റ് വർഗീസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുവാണ്. ഈ വർഗീസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഈ സമരം പിൻവലിക്കത്തില്ല. ഈ നിലപാട് പോലീസ് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ മൃതദേഹം ഇവിടെ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. RDO ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇതിന് ഉത്തരവാദികളായ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസിന് ആവശ്യപ്പെടുവാനുള്ളത്. സാബുവിന്റെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാബുവിന്റെ അച്ഛനും അമ്മയും കിടപ്പ് രോഗികളാണ്. സാബുവിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊടുപുഴയിൽ ചികിത്സയിലാണ്. തൊടുപുഴയിലെ ചികിത്സ കഴിഞ്ഞ ഓപ്പറേഷൻ നടത്തി വലിയൊരു തുക അടക്കണം ബാങ്കിൽ. അവിടെ പൈസ ആശുപത്രിയിൽ അടക്കണം. അതിനുവേണ്ടി പൈസക്കാണ് ഇന്നലെ ഇവിടെ വന്നത്. അവിടെ വന്ന് പൈസ ചോദിച്ചപ്പോൾ പൈസ ഇല്ലയെന്ന് പറഞ്ഞ് അയാൾ തട്ടിക്കയറി പ്രശ്നം ഉണ്ടാക്കി. മനസ്സിലായോ? തങ്കച്ചൻ ഇയാളുടെ കാര്യത്തിൽ ഒരു 3-4 കാര്യത്തിൽ ഞങ്ങളുടെ വാർഡ് കൗൺസിലറാണ്, തങ്കച്ചൻ ഇടപെട്ടതാണ്. അയാളെ ഇന്നലെ തൊടുപുഴ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് ഭാര്യയെ. പൈസ കൊടുക്കണ്ടേ? ഇന്ന് കൊണ്ടുവരേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഇന്നലെ ഇവിടെ സ്ഥലത്ത് വന്നത്. ഈ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നോ വാർഡ് കൗൺസിലർ? തങ്കച്ചൻ അറിയാം. ഈ ബാങ്കിൽ ഈ വാർഡിന്റെ അല്ല, ഞാൻ 23-ാം വാർഡിന്റെ കൗൺസിലറാണ്. സാബുവിന്റെ വീടിരിക്കുന്ന ഇദ്ദേഹമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ളയാളാണ്. ഇദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള സാമ്പത്തിക രണ്ടു പ്രശ്നങ്ങൾ എന്നോട് വന്ന് പറയാൻ ഞാനത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ ബാങ്കിൽ ഇങ്ങനെ പൈസ കിട്ടിയിട്ട് വേണം വൈഫിനെ തൊടുപുഴ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, ഇറക്കിക്കൊണ്ട് വരാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഇന്നലെ ഇവിടെ വരികയും അദ്ദേഹത്തെ ഇവര് അപമാനിക്കുകയും പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തതിന്റെ വെളിച്ചത്തിൽ മാനസിക വിഷമത്തിലാണ് അദ്ദേഹം ഈ ഒരു സ്ഥിതിയിലേക്ക്, മരണത്തിലേക്ക് അദ്ദേഹം പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കിടപ്പ് രോഗികളാണ്, അച്ഛനും അമ്മയും കിടപ്പ് രോഗിയാണ്. ഭാര്യ ആശുപത്രി ഇറക്കണ്ടേ? എന്തെങ്കിലും സമാശ്വാസം പറയണ്ടേ? ഏതെങ്കിലും രൂപത്തിൽ പൈസ മറിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. മനസ്സിലായോ? അത്ര മനുഷ്യത്വം ഇല്ലാത്ത പരിപാടിയാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കാനുള്ളത്. എന്നിട്ട് ഈ പ്രതിസന്ധിക്കിടയിലും ആളുകളെ നിയമിക്കുക. അതാ ഞാൻ പറഞ്ഞത്. സഹകരണ ബാങ്കിൽ ഇവിടുത്തെ ഞങ്ങള് വിവരാവകാശം വെച്ച് കത്തെടുത്തു. JR കത്ത് തന്നു, 2 ആളെ നിയമിച്ച്. അതിൽ CPM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മോനെയാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ഒരാളെ വന്നു വരെ CPM പ്രവർത്തകനെയാണ് ഇവിടെ പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്നത്. അത് നിയമവിരുദ്ധമാണെന്ന് JR നിങ്ങൾക്ക് കത്ത് തന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇടുക്കിക്കാരിലെ സഹകരണ സംഘം, ടാക്സി സഹകരണ സംഘം. അവിടെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. ഇതാണ് സ്ഥിതി. ഈ സഹകരണ കൊള്ള തുടർക്കഥയാകാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബോഡി ഇവിടുന്ന് അടുപ്പിക്കത്തുള്ളൂ. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ വരണം, RDO വരണം. അല്ലാതെ CIയുടെ പരിപാടിയും പോലീസും CPM ഒത്തുകളി ഞങ്ങൾ അവസാനിപ്പിക്കും. അവിടെ നടക്കത്തില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.